നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിത്യം കൃത്യനിഷ്ഠയോടുകൂടി ഗായത്രി മന്ത്രം എല്ലാ ദിവസവും ജപിക്കുക. അഷ്ടലക്ഷ്മിമാരിൽ ഒന്നാമത്തെ ലക്ഷ്മി രൂപം ആദിലക്ഷ്മിയാണ്. ആദിലക്ഷ്മി ഭഗവതിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രൈബും ഒക്കെയാണ് എനിക്ക് കിട്ടുന്ന പ്രോത്സാഹനം. നമുക്ക് ആദിലക്ഷ്മി ഭഗവതിയെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് കടക്കാം. ശ്രീ ലക്ഷ്മി ഭഗവതിയുടെ ആദ്യ രൂപത്തെയാണ് ആദിലക്ഷ്മി എന്ന് പറയുന്നത്. മഹാലക്ഷ്മി എന്നും ആദിലക്ഷ്മിയെ പറയാറുണ്ട്. ഭൃഗു മഹർഷിയുടെ പുത്രിയായിട്ടാണ് ആദിലക്ഷ്മിയെ ഈ രൂപത്തിൽ സങ്കല്പിക്കപ്പെടുന്നത്. 4 കൈകളോടുകൂടി പത്മാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് ആദിലക്ഷ്മിയെ സങ്കല്പിക്കപ്പെടുന്നത്. കൈകളിൽ താമരയും ധ്വജവുമാണ് എന്തിയിരിക്കുന്നത്. കൂടാതെ ഒരു കരം അഭയമുദ്രയിലും ഒരു കരം വരദമുദ്രയും പിടിച്ചിരിക്കുന്നതായിട്ടാണ് സങ്കല്പം. ഈ ആദിലക്ഷ്മി രൂപത്തെ ആദി പരാശക്തി തന്നെയായിട്ടാണ് നാം സങ്കല്പിക്കുന്നത്. നമുക്കിനി ആദിലക്ഷ്മി ദേവിയുടെ ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ആദിലക്ഷ്മി പ്രചോദയാത്. ആദിലക്ഷ്മി ഭഗവതിയെ ഭജിക്കുക വഴി നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് ഐശ്വര്യത്തിനായിട്ട് ആദിലക്ഷ്മി ഭഗവതിയുടെ ഈ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. ഇന്ന് അഗ്നി ഭഗവാന്റെ ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഓജസ്, തേജസ്, ബലം, ആകർഷണത്വം എന്നീ ഫലങ്ങൾ ലഭിക്കാനായിട്ട് നമുക്ക് അഗ്നി ഭഗവാനെ പ്രാർത്ഥിക്കാം. അഗ്നി ഗായത്രി മന്ത്രത്തെ ജപിച്ചുകൊണ്ട് ഓജസ്, തേജസ്, ശാരീരിക ബലം, ആകർഷണത്വം എന്നീ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. ഓം മഹാജ്വലായൈ വിദ്മഹേ അഗ്നിദേവായ ധീമഹി തന്നോ അഗ്നി പ്രചോദയാത്. 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 ഇപ്രകാരം ഓജസ്, തേജസ്, ആകർഷണത്വം കൂടാതെ ശരീരബലത്തിനുമായിട്ട് നമുക്ക് അഗ്നി ഭഗവാനെ നിത്യം ഭജിക്കാവുന്നതാണ്. അഗ്നി ഭഗവാനെ നിത്യം ഭജിക്കുമ്പോൾ കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ ദിവസവും 9 തവണ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അഗ്നി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതാണ്. ഉപാസനയ്ക്കായിട്ട് നമ്മളുടെ സമയത്തിനനുസരിച്ച് കൂടുതൽ തവണകളിൽ ജപിക്കാം. 21, 36, 41, 108 ഒക്കെ തവണകളിൽ ജപിക്കുന്നത് കൂടുതൽ ഫലത്തെ നൽകുന്നതാണ്. മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ തീർച്ചയായിട്ടും ജപിക്കുന്ന ഒരാൾക്ക് അഗ്നിദേവന്റെ അനുഗ്രഹം കിട്ടുന്നതാണ്. അഗ്നി ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും ഈ മന്ത്രത്തെ ജപിക്കുക. അനംഗ ഗായത്രി മന്ത്രം. കാമദേവന്റെ പേരാണ് അനങ്കൻ. അംഗങ്ങളില്ലാത്ത, ശരീരമില്ലാത്ത ദേവൻ എന്നാണ് അനങ്കദേവൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. പാർവതി പരിണയ സമയത്ത് കാമദേവൻ ശിവഭഗവാന്റെ കോപാഗ്നിക്കിരയാവുകയും ശരീരം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് കാമദേവന് അനങ്കദേവൻ എന്ന് പേര് ലഭിച്ചത്. നിത്യ യൗവനത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ഒക്കെ പ്രതീകമാണ് കാമദേവൻ. സൗന്ദര്യത്തിന്റെ ദേവതയാണ് കാമദേവൻ. അപ്പൊ സൗന്ദര്യവർദ്ധനവിനും നിത്യ യൗവനം കാത്തു സൂക്ഷിക്കുന്നവനും ആഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ട മന്ത്രമാണ്
അനംഗ ഗായത്രി മന്ത്രം, കാമദേവന്റെ മന്ത്രമായ അനംഗ ഗായത്രി മന്ത്രം നിത്യം ജപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിത്യയൗവനം കാത്തുരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അനംഗ ഗായത്രി മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം കാമദേവായ വിദ്മഹേ പുഷ്പബാണായ ധീമഹി തന്നോ അനംഗ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 9ന്റെ ഗുണിതങ്ങളായിട്ട് ജപിക്കുക. 108 പ്രാവശ്യം സാധാരണഗതിയിൽ ജപിക്കുന്നത് ഉത്തമ ഫലങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾക്ക് നിത്യ യൗവനം കാത്തുരക്ഷിക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും വേണ്ടി ചൊല്ലാവുന്ന മന്ത്രമാണിത്. കാമദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ നിങ്ങൾ നിത്യം ഉപാസിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലലബ്ധി ഉണ്ടാകും. കാമദേവന്റെ സൗന്ദര്യത്തിന്റെ ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ ഗായത്രി മന്ത്രമാണ്. അന്നപൂർണേശ്വരി നമ്മളുടെ അന്നത്തിന്റെ ദേവതയാണ്. നാം എല്ലാവരും വളരെ സുഭിക്ഷമായിട്ട് ഇന്നത്തെ കാലത്ത് കഴിയുമ്പോൾ അനേക കോടി ജീവജാലങ്ങൾ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം അനുഭവിക്കുകയാണ്. അനാവശ്യമായിട്ട് നാം ഭക്ഷണത്തെ കളയാതിരിക്കുക. ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ആവശ്യമുള്ള ഭക്ഷണം മാത്രം നിർമ്മിക്കുക. വരാൻ പോകുന്ന ലോകത്ത് ഒരുപക്ഷെ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം ഉണ്ടായാൽ അത് ഏറ്റവും വലിയ ദുരിതമായിരിക്കും. നാമൊക്കെ ഭക്ഷണത്തിന് മുട്ടില്ലാതെ ജീവിക്കുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ കാരുണ്യം കൊണ്ടാണ്. ആ ദൈവാനുഗ്രഹം മറക്കാതെ അന്നത്തിന്റെ പ്രാധാന്യം എന്നും മനസ്സിലാക്കുക. വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക. പണ്ട് കാലത്ത് നാം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അന്നപൂർണേശ്വരിയുടെ മന്ത്രം ജപിക്കാറുണ്ടായിരുന്നു. ഇന്ന് നാം അതൊക്കെ മറന്നു. നമുക്ക് ഭക്ഷണം നൽകിയ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് അതിനാൽ അന്നപൂർണേശ്വരി ദേവിയുടെ ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ഭക്ഷണത്തിന്റെ അപര്യാപ്തത ഇല്ലായ്മ ചെയ്യാനും നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം ലഭിക്കാനും ജീവിതത്തിൽ ഭക്ഷണ സുഭിക്ഷത ലഭിക്കുവാനും ഒക്കെ ആയിട്ട് അന്നപൂർണേശ്വരി ദേവിയെ നിത്യം ഭജിക്കാവുന്നതാണ്. ഈ മന്ത്രം കുറഞ്ഞത് 9 പ്രാവശ്യമെങ്കിലും നിത്യം ജപിക്കുക. കൂടുതൽ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. 108, 41, 36, 21 ഒക്കെ തവണകളിൽ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് നോക്കാം. ഓം ഭഗവത്യൈ വിദ്മഹേ മഹേശ്വരി ധീമഹി തന്നോ അന്നപൂർണ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ അന്നപൂർണേശ്വരി ഗായത്രി മന്ത്രം കേൾക്കുന്നത് പോലും വളരെ വിശേഷമാണ്. നിത്യം ജപിക്കുന്ന ഒരാൾക്ക് 100% ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. നമുക്ക് ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകാതെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനായിട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്കിതെല്ലാം സാധ്യതമാകട്ടെ. ഇന്നൊരു മന്ത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് അന്നപൂർണേശ്വരി ദേവിയുടെ ശ്ലോകത്തെയാണ്. അത് പരിചയപ്പെടുത്തുന്നതിന് ഒരു കാരണമുണ്ട്. ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പട്ടിണിയാണ്. പാകിസ്ഥാനിലും ശ്രീലങ്കയിലും ഒക്കെ ജനങ്ങൾ വളരെയേറെ ദുരിതത്തിലാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ജനങ്ങൾ വളരെയേറെ ദുരിതത്തിലാണ്. നമുക്ക് അന്നം തരുന്ന ദേവതയെ നാം നിത്യം സ്മരിക്കേണ്ടതുണ്ട്. ചില സംഭവങ്ങൾ കണ്ട്, ചില മനുഷ്യരുടെ വിഷമതകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈശ്വരൻ തരുന്ന ഭാഗ്യത്തെ സ്തുതിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നിയതാണ്. അതുകൊണ്ട് തന്നെ
മുമ്പ് ഞാൻ അന്നത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു മന്ത്രം മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. നിർബന്ധമായും എല്ലാ വ്യക്തികളും അന്നം മുട്ടാതിരിക്കാൻ അന്നപൂർണേശ്വരി ദേവിയുടെ ശ്ലോകത്തെ ജപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം. ദേവി പരാശക്തിയുടെ ശക്തി അളവറ്റതാണ്. ദേവിയുടെ മറ്റൊരു ഭാവഭേദമാണ് അന്നപൂർണേശ്വരി. ഭക്തരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി വിശപ്പെടുക്കുന്ന ദേവിയാണ് അന്നപൂർണേശ്വരി. ഇത് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്ത അല്ലെങ്കിൽ ഭക്ഷണത്തിന് ദൗർലഭ്യം ഉള്ള ആളുകൾ മാത്രമല്ല ഈ മന്ത്രം അന്നത്തെ ബഹുമാനിക്കുന്ന ഏവരും നിർബന്ധമായിട്ട് ചൊല്ലേണ്ട ഒരു മന്ത്രം തന്നെയാണ്. നാം എത്ര സുഭിക്ഷമായി അന്നം കഴിച്ചാലും അത് നമ്മുടെ ഉദരത്തിലെത്തി നല്ല രീതിയിൽ ദഹന പ്രക്രിയകൾ ചെയ്ത് അത് നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായും ഫലത്തിലെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ഭക്ഷണം മൂലം നിരവധി രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിഷം കലർന്ന ഭക്ഷണവും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു. മായം കലർന്ന സാധന സാമഗ്രികളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തെ കാർന്നു തിന്നുന്നു. അങ്ങനെ നമ്മൾ സുഭിക്ഷമായി കഴിക്കുമ്പോഴും നമ്മളുടെ കഴിച്ച ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ഹാനികരമാകാൻ പാടില്ല. കൂടാതെ ഭക്ഷണത്തിന് നമുക്ക് മുട്ടുണ്ടാകാതെ എല്ലായ്പ്പോഴും ആവശ്യത്തിന് ഭക്ഷണം കിട്ടുകയും വേണം. അതിന് ദേവിയുടെ അനുഗ്രഹം വേണം. വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന മന്ത്രത്തിൽ ശ്ലോകത്തിൽ വിദ്യാർത്ഥി ലക്ഷണമായിട്ട് പറയുന്നതിൽ അല്പാഹാരം ജീർണവസ്ത്രം എന്നൊരു വരിയുണ്ട്. അതായത് അല്പം ആഹാരം കഴിക്കുക എന്നുള്ളത്. നമുക്ക് അല്പം ആഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രം എന്നാണ് അർത്ഥം. കാരണം ഭക്ഷണം കിട്ടാതെ നിരവധി പേർ നമ്മുടെ രാജ്യത്തും മറു രാജ്യങ്ങളിലുമൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചിട്ടകളും മറ്റുമുണ്ട്. സദ്യക്കും മറ്റും നാം പോകുമ്പോൾ ചില വ്യക്തികൾ ഭക്ഷണം വിളമ്പി തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതായിട്ടും കാണാറുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള പലരും ചില സന്ദർഭത്തിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അത് ഒരിക്കലും പാടില്ലാത്തത് തന്നെയാണ്. എല്ലാ വിഭവങ്ങളും വിളമ്പിയതിനു ശേഷം ദേവിയുടെ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരിചയപ്പെടുത്തുന്ന അന്നപൂർണേശ്വരി ദേവിയുടെ ശ്ലോകം ചൊല്ലിയതിനു ശേഷം ദേവിക്ക് മനസ്സിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചു തുടങ്ങാം. ശാസ്ത്രീയമായി നമ്മളുടെ ഈ സമ്പ്രദായത്തെ വളരെ ഗൗരവമായിട്ട് വിദേശികൾ കാണുന്നുണ്ട്. കാരണം ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാം അതിനുവേണ്ടി ഒരു പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ നമ്മളുടെ ആമാശയവും നമ്മളുടെ നാവിലെ ഉമിനീരും ഒക്കെ വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മളുടെ ശരീരത്തില് ഈ ഭക്ഷണത്തെ ദഹനത്തിന് വളരെ നന്നായി സഹായിക്കുകയും ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തിപൂർവം പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരവും ഭക്ഷണത്തിന്റെ ദഹനത്തിനായി തയ്യാറെടുക്കുകയാണ് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന മന്ത്രമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്, അന്നപൂർണേശ്വരി ശ്ലോകം. നമുക്ക് ഓംകാര മന്ത്രം ജപിച്ചതിനു ശേഷം ഈ ശ്ലോകത്തെ ചൊല്ലാം. ഓം അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഓം അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഓം അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. കൈ കൂപ്പി തൊഴുതു പിടിച്ചുകൊണ്ട് മനസ്സിൽ അന്നപൂർണേശ്വരി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ എല്ലാ സമയവും നാം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ചൊല്ലുക. അതിനുശേഷം ഈ ഭക്ഷണത്തിന്റെ പൂർണ്ണ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ദേവിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശങ്ങൾ ഉൾപ്പെടെ ഇല്ലാതായി നിങ്ങൾക്ക് ആ ഭക്ഷണത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള ഗുണം പ്രദാനം ചെയ്യുന്നതിന് അത് സഹായിക്കും. വിഷാംശങ്ങളെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ ശരീരത്തിന് അഹിതമായിട്ടുള്ള ഭക്ഷണങ്ങളുടെ വിഷാംശങ്ങളെ എന്നല്ല അർത്ഥമാക്കുന്നത്. നമ്മളുടെ ശരീരത്തിന് ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നാം ഭക്ഷണത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത് അതോ ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നത് എന്നും കൂടി നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. തീർച്ചയായിട്ടും ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ആരോഗ്യം ഉണ്ടാകൂ. ഭക്ഷണത്തിലൂടെ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. രോഗങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് ഭക്ഷണം ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഭക്ഷണം നമുക്ക് തരുന്ന ദേവതയെ സ്മരിക്കേണ്ടതായിട്ടുണ്ട്.
ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവീർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന സഹനാവോതു തുടങ്ങിയ വിവിധ മന്ത്രങ്ങള് ഭക്ഷണ സമയത്ത് നമുക്ക് ജപിക്കാം. വളരെ ചുരുക്കത്തിൽ അന്നപൂർണേശ്വരി ദേവിയുടെ ഈ മന്ത്രം മാത്രം ജപിച്ചാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലമുണ്ടാകും. കാശിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അന്നപൂർണേശ്വരി ദേവിയുടെ ശ്ലോകമായിട്ടാണ് ഈ മന്ത്രം. അന്നപൂർണേ ദേവി, നീ പരമേശ്വരന്റെ ജീവനാകുന്നു. അങ്ങനെയുള്ള അമ്മ എനിക്ക് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുമാറ് ഭിക്ഷയേകണമേ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. വൈരാഗ്യം എന്നത് വിവിധ അർത്ഥതലങ്ങളുള്ള വാക്കാണ്. വിരോധം എന്ന അർത്ഥത്തിലല്ല അത് എടുക്കേണ്ടത്. ഇന്നു മുതൽ എല്ലാവരും നിർബന്ധമായിട്ടും ഈ മന്ത്രത്തെ ജപിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് അയ്യപ്പ ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ശനിദോഷം ഇല്ലാതാക്കാനും രോഗമുക്തിക്കുമായിട്ട് നമുക്ക് ജപിക്കാവുന്ന ഒരു ഗായത്രി മന്ത്രമാണ് അയ്യപ്പ ഗായത്രി മന്ത്രം. അയ്യപ്പന്റെ അനുഗ്രഹത്തിനും ശനിദോഷങ്ങൾ ഇല്ലാതാക്കാനും നമുക്ക് രോഗങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ആയിട്ട് ഈ മന്ത്രത്തെ നിത്യം ജപിക്കാം. നമുക്ക് അയ്യപ്പ ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ഭൂതനാഥായ വിദ്മഹേ മഹാശാസ്തായ ധീമഹി തന്നോ അയ്യപ്പ പ്രചോദയാത്. 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 അയ്യപ്പ ഗായത്രി മന്ത്രങ്ങൾ തന്നെ നിരവധിയുണ്ട്. വിവിധ ദേവീദേവന്മാരുടെ ഗായത്രി മന്ത്രത്തെയാണ് നാം ഇപ്പൊ പരിചയപ്പെട്ടു വരുന്നത്. അതിൽ അയ്യപ്പ ഗായത്രി മന്ത്രത്തിന്റെ ഒന്നാമത്തെ ഗായത്രി മന്ത്രമാണ് പരിചയപ്പെടുന്നത്. ഇന്ന് നാം പുതിയതായിട്ട് പരിചയപ്പെടുന്നത് ബഗ്ലാമുഖി ഗായത്രി മന്ത്രമാണ്. എത്ര കഠിനമായിട്ടുള്ള ശത്രുദോഷങ്ങളാണെങ്കിലും നിമിഷ നേരത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ബഗ്ലാമുഖി. ആഭിചാര ദോഷങ്ങളും സ്തംഭനാദി മാരണദോഷങ്ങളെയും ഒക്കെ നിശേഷം ഇല്ലാതാക്കുന്ന ദേവതയാണ് ബഗ്ലാമുഖി. ബഗ്ലാമുഖി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് നമുക്ക് ഈ ദോഷങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കാം. കൊടിയ മാരണദോഷങ്ങളെയും ശത്രുദോഷങ്ങളെയും ദൃഷ്ടിദോഷത്തെയും ഒക്കെ ബഗ്ലാമുഖി മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് നിശ്ചയമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബഗ്ലാമുഖി ദേവിയുടെ ഗായത്രി മന്ത്രം ജപിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പത്തിൽ സാധ്യതമാകുന്നതാണ്. ബഗ്ലാമുഖി ഗായത്രി മന്ത്രം ഏതൊരാൾക്കും വലിയ നിഷ്ഠകളൊന്നും തന്നെ ഇല്ലാതെ കൃത്യമായിട്ട് ജപിക്കാം. ഗുരു ഉപദേശം പോലും ആവശ്യമില്ലാത്ത മന്ത്രമായിട്ടാണ് പറയപ്പെടുന്നത്. തെറ്റില്ലാതെ ജപിക്കാൻ പറ്റുന്ന ഈ മന്ത്രം 9 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കാൻ ശ്രമിക്കുക. കൂടുതൽ തവണകളിൽ ജപിക്കാനായിട്ട് സാധിക്കുന്നവർ 21, 36, 41, 108 ഒക്കെ എന്നീ തവണകളിലൊക്കെ ജപിക്കാം. മന്ത്രം കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ എല്ലാ ദിവസവും കൃത്യമായിട്ട് കാലത്തും വൈകിട്ടും കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഈ മന്ത്രം ജപിക്കുന്ന ഒരു വ്യക്തിയെ ബഗ്ലാമുഖി ദേവി കാത്തുരക്ഷിക്കും. ഏത് മാരണദോഷങ്ങളെയും ഇല്ലാതാക്കി തരും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം ബഗ്ലാമുഖ്യൈ ച വിദ്മഹേ സ്തംഭനായ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ കൃത്യനിഷ്ഠയോടുകൂടി എല്ലാവരും ജപിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കായിട്ട് ജപിക്കാൻ സാധിക്കുന്ന മന്ത്രമാണ് ബാലാഗായത്രി മന്ത്രം. കുട്ടികളെ ബാലാരിഷ്ടതകളിൽ നിന്നും അവരുടെ ദോഷങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കാനായിട്ട് അവർക്കും സ്വയമേവയും അതല്ല ചെറിയ കുട്ടികളാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കും ഒക്കെ ജപിക്കാവുന്ന
മന്ത്രമാണ് ബാല ഗായത്രി മന്ത്രം. ജന്മനാ തന്നെ രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ നിർബന്ധമായിട്ടും ഈ മന്ത്രത്തെ ജപിക്കാനായിട്ട് ശ്രമിക്കുക. ബാലാ ഭഗവതിയാണ് കുട്ടികളുടെ ദേവത. കുട്ടികളുടെ എല്ലാവിധമായിട്ടുള്ള രോഗാരിഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടാനും അവരുടെ ആരോഗ്യത്തിനും അവരുടെ അരിഷ്ടതകൾ നീങ്ങാനും ഒക്കെ ആയിട്ട് ബാലാ ഗായത്രി മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. ഈ മന്ത്രത്തെ 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. അതിന് സാധിക്കാത്തവർ 41, 36, 21 ഒക്കെ തവണകളിൽ ജപിക്കുക. കുറഞ്ഞ പക്ഷം 9 തവണയെങ്കിലും എല്ലാ ദിവസവും ഈ മന്ത്രത്തെ ജപിക്കുക. കുട്ടികൾക്കായിട്ട് അച്ഛനമ്മമാരാണ് ജപിക്കുന്നതെങ്കിൽ കുട്ടികളെ അടുത്തിരുത്തി ഈ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. 108 പ്രാവശ്യം ജപിക്കാൻ സാധിക്കുമെങ്കിൽ അത് അടുത്തിരുത്തി അവരെ കേൾപ്പിച്ച് ജപിക്കുക. ഞാൻ അവതരിപ്പിച്ച മറ്റ് ഗായത്രി മന്ത്രങ്ങളുടെ വീഡിയോകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണുക. ആവശ്യത്തിനനുസരിച്ച് ഓരോ ദേവതയുടെയും ഗായത്രി മന്ത്രങ്ങൾ കേട്ട് പഠിച്ച് അത് ജപിക്കാൻ ശ്രമിക്കുക. മന്ത്രത്തിലേക്ക് കടക്കാം. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഓം ബാലാംബികായേ വിദ്മഹേ സദാനവ വർഷായ ധീമഹി തന്നോ ബാലാ പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിത്യമായിട്ട് കൃത്യതവണകളിൽ ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകുന്നതാണ്. കുട്ടികൾക്കായിട്ട് രക്ഷകർത്താക്കൾ ജപിക്കേണ്ട മന്ത്രത്തെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ബാലാ ഭഗവതിയുടെ ഗായത്രി മന്ത്രത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ബലരാമ ഗായത്രി മന്ത്രമാണ്. മഹാവിഷ്ണുവിന്റെ 2 അവതാരങ്ങൾ ഒരേ സമയത്ത് ജീവിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ബലരാമനും ശ്രീകൃഷ്ണനും. ബലരാമൻ ബലത്തിന്റെ ദേവതയാണ്. അതുപോലെ തന്നെ കൃഷിയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ ദേവതയായിട്ടാണ് അറിയപ്പെടുന്നത്. കാർഷിക വൃത്തി ചെയ്യുന്നവരും ഭരണവർഗത്തിലുള്ളവരും, അതായത് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരും, നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരും, ശരീരത്തിന്റെ സുഖം ആഗ്രഹിക്കുന്നവരും, അതായത് രോഗങ്ങളില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ നിത്യം ബലരാമ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് ഈ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം ഹലായുധായ വിദ്മഹേ മഹാബലായ ധീമഹി തന്നോ ബലരാമ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108 തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. 108 തവണകളിൽ ജപിക്കാൻ സമയക്കുറവുള്ളവർ 41, 36, 21 ഒക്കെ തവണകളിൽ നിത്യം ജപിക്കാനായിട്ട് ശ്രമിക്കുക. മന്ത്രം കേൾക്കുന്നത് തന്നെ പുണ്യമാണെന്നിരിക്കെ നിത്യം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എല്ലാവിധ നേട്ടങ്ങളും ഓരോ ദേവതയുടെയും കാരകത്വങ്ങൾക്കനുസരിച്ച് ആ നേട്ടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മന്ത്രജപം നിങ്ങളെ സഹായിക്കുന്നതാണ്. ബലരാമ ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് കൃഷിയിലും സാമ്പത്തികമായിട്ടും അഭിവൃദ്ധിക്കും ബഹുമാന്യതയും ശരീരസുഖവും രോഗങ്ങളില്ലാതെ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും ഒക്കെ പറ്റുന്ന മന്ത്രമാണ്. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കാം. എല്ലാവർക്കും ബലരാമസ്വാമിയുടെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് ഭദ്രകാളി ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ഭദ്രം കലയതി ഇതി ഭദ്രകാളി. ഭക്തജനങ്ങളെ ഭദ്രമായി സംരക്ഷിക്കുന്ന ഭഗവതിയാണ് ഭദ്രകാളി. ആത്മവിശ്വാസം വർദ്ധിക്കാനും
കരുത്തരാകാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് ഭദ്രകാളി ഉപാസന. ഭദ്രകാളി ഉപാസനയിലൂടെ ജീവിതത്തിലെ വിജയങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ഭദ്രകാളി ഗായത്രി മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം രുദ്രസുതായൈ വിദ്മഹേ ശൂലഹസ്തായൈ ധീമഹേ തന്നഃ കാളി പ്രചോദയാത്. ഓം രുദ്രസുതായൈ വിദ്മഹേ ശൂലഹസ്തായൈ ധീമഹേ തന്നഃ കാളി പ്രചോദയാത്. ഓം രുദ്രസുതായൈ വിദ്മഹേ ശൂലഹസ്തായൈ ധീമഹേ തന്നഃ കാളി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ കുറഞ്ഞത് 21 തവണയെങ്കിലും ജപിക്കുക. 41 108 തവണ ജപിച്ചുകൊണ്ട് ഭദ്രകാളി ഉപാസന ചെയ്യാവുന്നതാണ്. ഭദ്രകാളി ഉപാസനയിലൂടെ എല്ലാവർക്കും ജീവിതത്തിൽ വിജയം നേടാനാകട്ടെ. ഭദ്രകാളി ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് പുതുതായിട്ട് പരിചയപ്പെടുത്തുന്ന ദശമഹാദേവി ഗായത്രി മന്ത്രം ഭൈരവി ദേവിയുടെ ഭൈരവി ഗായത്രി മന്ത്രമാണ്. ഭഗവാൻ ശിവന്റെ അവതാരമായിട്ട് മറ്റൊരു അവതാരമായിട്ട് കണക്കാക്കപ്പെടുന്ന ദക്ഷിണാമൂർത്തിയുടെ പത്നിയായിട്ടാണ് ഭൈരവി ദേവിയെ കണക്കാക്കപ്പെടുന്നത്. ദശമഹാദേവികളിൽ ഒരാൾ കൂടിയായിട്ടുള്ള ഭൈരവി ദേവിയുടെ മന്ത്രത്തെ നമുക്ക് പൂർണ്ണമായിട്ട് പരിചയപ്പെടാം. ദക്ഷിണാമൂർത്തിയുടെ പത്നി എന്ന നിലയിലും ഭൈരവി ദേവി വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയ്ക്കും നമ്മളുടെ ജീവിതത്തിലെ വിജയത്തിനും ഒക്കെ സഹായകരമായിട്ടുള്ള പ്രവൃത്തിയെ ചെയ്യുന്നതാണ്. ഏതൊരു ഭക്തരും ധൈര്യപൂർവ്വം ഉപാസിക്കാവുന്ന ഒരു ദേവതയാണ് ഭൈരവി ദേവി. ഉപാസിക്കുന്നവരെ കൈവെടിയാത്ത, എപ്പോഴും മാതാവിനെ പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേവിയാണ് ഭൈരവി. ഭൈരവി ദേവിയുടെ ഈ ഗായത്രി മന്ത്രം ചൊല്ലുന്ന ഏതൊരു ഭക്തനും തീർച്ചയായിട്ടും ശിവഭഗവാന്റെയും ദക്ഷിണാമൂർത്തിയുടെയും ഭൈരവി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രം സാധിക്കുമെങ്കിൽ 108 തവണ നിത്യം ജപിക്കുക. അതിന് സാധിക്കാത്തവർ 41, 36, 21, 9 എന്നീ തവണകളിലൊക്കെ അവനവന് സാധിക്കുന്ന തവണകളിൽ ജപിക്കുക. നിത്യം കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഭൈരവി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രം ജപിക്കുന്നത് കേൾക്കുന്നത് പോലും പുണ്യമാണെന്നിരിക്കെ നിത്യം കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. ഗുരു ഉപദേശമോ കഠിനമായ നിഷ്ഠകളോ ഒന്നുമില്ലാതെ തന്നെ ഈ ഗായത്രി മന്ത്രത്തെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഭക്തിയും വിശ്വാസത്തോടും കൂടി ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലം സിദ്ധിക്കും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം ത്രിപുരായൈച്ച വിദ്മഹേ ഭൈരവ്യേച്ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. 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 ദശമഹാദേവികളിൽ ധൂമാവതി, ഭുവനേശ്വരി എന്നീ ദേവിമാരുടെ ഗായത്രി മന്ത്രം വരും ദിവസങ്ങളിൽ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവരും ദേവിയുടെ വിവിധ ഭാവങ്ങളായിട്ടുള്ള ഈ ദേവി ഗായത്രി മന്ത്രങ്ങളെ പരിചയപ്പെടുക, പഠിക്കുക. അത് നിത്യം കൃത്യമായിട്ട് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ദേവതയും വിശേഷ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ആ ദേവതയും ഒക്കെ മന്ത്രം ജപിച്ചുകൊണ്ട് പ്രീതിപ്പെടുത്തുക. ഇന്ന് ഭൂമി ഗായത്രി മന്ത്രമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഭൂമി ദേവിയുടെ ഗായത്രി മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഭൂസ്വത്തുക്കൾ ഉണ്ടാകുന്നതിനും ചില ആൾക്കാർക്കൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഭൂമി വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചിലപ്പോൾ അത് നടക്കാതെ വരിക. ആ ഭൂമിയിൽ വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാതെ വരിക. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കാനായിട്ട് ഭൂമി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിനായിട്ട് നിത്യം ജപിക്കാവുന്ന മന്ത്രമാണ് ഭൂമി ഗായത്രി മന്ത്രം. ഈ മന്ത്രം നിത്യം 108 തവണ ജപിക്കുന്ന ഒരാൾക്ക് ഭൂസ്വത്തുക്കൾ ഉണ്ടാകുകയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുകയും ഗ്രഹയോഗം സിദ്ധിക്കുകയും ഒക്കെ ചെയ്യും. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി കാലത്തും വൈകിട്ടും ഈ മന്ത്രത്തെ നിത്യം ചൊല്ലുക. 108 പ്രാവശ്യം ചൊല്ലാൻ സമയക്കുറവുള്ളവർ മാത്രം 41, 36, 21, കുറഞ്ഞത് 9 തവണ എന്നീ ക്രമത്തിലൊക്കെ ചൊല്ലുക. ഏവർക്കും വളരെ ലളിതമായിട്ട് ഈ മന്ത്രത്തെ പഠിച്ച് ജപിക്കാവുന്നതാണ്. നിത്യം ജപിക്കുന്ന ഒരാൾക്ക് ഭൂമി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. നമുക്ക് ഭൂമി ഗായത്രി മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്.
ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഓം വസുന്ധരായ വിദ്മഹേ ഭൂതാദിത്രായ ധീമഹി തന്നോ ഭൂമി പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. തീർച്ചയായിട്ടും ഭൂമി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഇന്ന് ഭുവനേശ്വരി മാതാവിന്റെ ഗായത്രി മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ദശമഹാദേവിമാരിൽ ഭുവനേശ്വരി ദേവിയുമുണ്ട്. ആ ഭുവനേശ്വരി ദേവി ലോകത്തിന്റെ സംരക്ഷകയായിട്ടാണ് പറയപ്പെടുന്നത്. സൃഷ്ടികർത്താവായിട്ടും ഭുവനത്തിന്റെ ഈശ്വരിയായിട്ടും, അതായത് ലോകത്തിന്റെ മുഴുവൻ ഈശ്വരിയായിട്ടും ഒക്കെയാണ് ഭുവനേശ്വരി ദേവിയെ പറയപ്പെടുന്നത്. പൂർണ്ണ സംരക്ഷണത്തിന് ഏതൊരു ഭക്തനും ഉപാസിക്കാവുന്ന ഒരു ദേവതയാണ് ഭുവനേശ്വരി ദേവി. ഈ ഭുവനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദേവി ചൈതന്യത്തിന്റെ പ്രധാനപ്പെട്ട മൂർത്തിഭാവമാണ് ഭുവനേശ്വരി. ഏതൊരു ഭക്തനും ലളിതമായിട്ട് ജപിക്കാവുന്നതാണ് ഭുവനേശ്വരി ഗായത്രി മന്ത്രം. തെറ്റില്ലാതെ ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. 9, 21, 36, 41, 108 ഒക്കെ തവണകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ തെരഞ്ഞെടുത്ത് നിത്യം കൃത്യനിഷ്ഠയോടുകൂടി ജപിക്കുക. രാവിലെയും വൈകിട്ടും ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. ഏതെങ്കിലും ഒരു നേരമെങ്കിലും നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ, പറ്റുന്ന തവണകളിൽ ജപിക്കുക. തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. ഭുവനേശ്വരി മന്ത്രത്തെ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിചയപ്പെടാം. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഓം നാരായണ്യേ ച വിദ്മഹേ ഭുവനേശ്വര്യേ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഈ മന്ത്രത്തെ നിത്യം കൃത്യമായിട്ട് കേട്ട് പഠിച്ച് ജപിക്കുക. ഇന്ന് പരിചയപ്പെടുന്നത് ബ്രഹ്മഗായത്രി മന്ത്രമാണ്. ബ്രഹ്മദേവനെ ഉപാസിച്ചുകൊണ്ട് നമുക്ക് കുടുംബ വിജയം നേടിയെടുക്കാനും നല്ല തേജസ് നേടിയെടുക്കാനും ആത്മചൈതന്യത്തെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ആദി പിതാമഹനായിട്ടുള്ള ബ്രഹ്മഭഗവാനെ ഉപാസിക്കുക വഴി കൂടുതൽ നമുക്ക് മെച്ചപ്പെട്ട ജീവിതം കൈവരുന്നതിന് സഹായിക്കുന്നതാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഓം വേദാത്മനെ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാത്. ഓം വേദാത്മനെ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാത്. ഓം വേദാത്മനെ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയാത്. ഇപ്രകാരം ഈ മന്ത്രത്തെ 21 തവണയെങ്കിലും കുറഞ്ഞത് ജപിക്കുക. 41, 108 ഒക്കെ ജപിക്കുന്നത് കൂടുതൽ ഫലസിദ്ധി നൽകുന്നതാണ്. ആദി പിതാവായിട്ടുള്ള ബ്രഹ്മദേവനെ ഭജിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വിജയം നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഒന്നാമത്തെ സപ്തമാതൃക്കളിൽ ഒന്നാമത്തെ ദേവിയായിട്ടുള്ള ബ്രാഹ്മി ഭഗവതിയുടെ ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ ഇന്ന് പ്രതിപാദിക്കുന്നത്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. ഓം ബ്രഹ്മശക്തിയേ ച വിദ്മഹേ പീതവർണ്ണേ ച ധീമഹി തന്നോ ബ്രാഹ്മി പ്രചോദയാത്. സപ്തമാതൃക്കളിൽ ആദ്യത്തെ ദേവിയായിട്ടുള്ള ബ്രാഹ്മി ഭഗവതിയുടെ
ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് വഴി നമുക്ക് കുടുംബ ഐശ്വര്യവും ജീവിത വിജയവും ഒക്കെ സാധിക്കുന്നതാണ്. കൂടാതെ വിശേഷമായിട്ട് ചർമ്മരോഗങ്ങളുള്ളവർ ബ്രാഹ്മി ദേവിയെ ഭജിക്കുക വഴി അവരുടെ ചർമ്മരോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കാനായിട്ട് അത് കാരണമാകും. ഇപ്രകാരം ഈ മന്ത്രത്തെ 108 തവണയോ അതിന് സാധിക്കാത്തവർ 41, 36 ഒക്കെ തവണകളിൽ ജപിക്കുക. 21, 9 എങ്കിലും കുറഞ്ഞത് ജപിക്കാൻ ശ്രമിക്കുക. 9 തവണയെങ്കിലും നിത്യം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ മന്ത്രത്തിന്റെ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. വിശേഷമായി ചർമ്മരോഗങ്ങളുള്ളവർ നിത്യം ഈ മന്ത്രത്തെ ജപിക്കുക. ഇന്ന് 4ാമത്തെ ഗ്രഹമായിട്ടുള്ള ബുധഗ്രഹത്തിന്റെ ഗായത്രി മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. 1ാമത്തെ ബുധഗായത്രി മന്ത്രത്തെ ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഓം ഗജധ്വജായ വിദ്മഹേ ശുഖഹസ്തായ ധീമഹി തന്നഃ ബുധ പ്രചോദയാത്. 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 വിദ്യാകാരകനായിട്ടുള്ള ബുധനെ ഭജിക്കുക വഴി കുട്ടികൾക്ക് അവരുടെ ബുദ്ധിവികാസത്തെ സാധ്യമാക്കാവുന്നതാണ്. പഠനത്തിൽ ഉയർച്ചയും മേന്മയും നല്ല വിജയവും ഒക്കെ കൈവരിക്കുന്നതിന് ബുധനെ ഉപാസിക്കുക വഴി സാധ്യമാകുന്നതാണ്. ബുധനെ ഉപാസിക്കാൻ ഏറ്റവും എളുപ്പമായി ലളിതമായി ചൊല്ലാവുന്നതാണ് ബുധഗായത്രി മന്ത്രം. ആ മന്ത്രത്തെ കുട്ടികൾ സ്ഥിരമായിട്ട് ചൊല്ലുക. ബുദ്ധിയും ചിന്തയും ഒക്കെ നേർവഴിക്ക് നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന മുതിർന്നവർക്കും ബുധഗായത്രി മന്ത്രത്തെ സ്ഥിരമായിട്ട് ചൊല്ലാവുന്നതാണ്. ബുദ്ധിപരമായ കാര്യങ്ങളിൽ ഓർമ്മശക്തിയൊക്കെ വേണ്ട ജോലികൾ ചെയ്യുന്നവർ സ്ഥിരമായിട്ട് ബുധഗായത്രി മന്ത്രത്തെ ജപിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കും. വിദ്യാകാരകനായിട്ടുള്ള ബുധനെ ഉപാസിച്ചുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുക. ഇന്ന് 2ാമത്തെ ബുധഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം സോമപുത്രായ വിദ്മഹേ ജ്ഞാനരൂപായ ധീമഹി തന്നഃ ബുധ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108, 41, 21 ഒക്കെ തവണകളായിട്ട് നമ്മളുടെ സൗകര്യപ്രദമായ രീതിയിൽ ചൊല്ലാവുന്നതാണ്. നിത്യം ചൊല്ലുക വഴി നമുക്ക് ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ബുധഗായത്രി മന്ത്രം. ഞാൻ ദിവസവും വൈകുന്നേരങ്ങളിൽ 7 മണിക്ക് ഓരോ ഗായത്രി മന്ത്രത്തെ പരിചയപ്പെടുത്തി വരികയാണ്. ഓരോ ദിവസവും ഓരോ ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെടുക. എല്ലാവരും ആ ഗായത്രി മന്ത്രത്തെ അതാത് ദിവസം പഠിക്കുക. എല്ലാ ഗായത്രി മന്ത്രങ്ങളും എല്ലാ ദേവീദേവന്മാരുടെയും ഗായത്രി മന്ത്രങ്ങൾ നമുക്ക് അതുവഴി പഠിക്കാൻ സാധിക്കുന്നതാണ്. ബുധൻ വിദ്യാകാരകനാണ്. വിദ്യാഭ്യാസത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ജപിക്കാവുന്ന ഒരു ഗായത്രി മന്ത്രമാണ് ബുധഗായത്രി മന്ത്രം. ബുദ്ധിവികാസത്തിന്റെയും അറിവിന്റെയും ഒക്കെ ഗ്രഹമാണ് ബുധൻ. അറിവിനും വിദ്യാ അഭിവൃദ്ധിക്കും ഒക്കെ നിത്യം ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ബുധഗായത്രി മന്ത്രം. ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ടവർ നിർബന്ധമായിട്ടും ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. നമ്മളുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ വർദ്ധിക്കാനായിട്ട് ബുധഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കാവുന്നതാണ്. കൂടാതെ ബുധദശാകാലമുള്ളവരും ബുധന്റെ രാശിയിൽ ജനിച്ചവരും ഒക്കെ ഈ മന്ത്രത്തെ ചൊല്ലാവുന്നതാണ്. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രക്കാരുടെ നക്ഷത്രഗ്രഹം ബുധനാണ്. ബുധദശയിലാണ് ഈ നക്ഷത്രക്കാർ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും ബുധ ഗായത്രി മന്ത്രത്തെ ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഇന്ന് ചാമുണ്ഡാമാതാവിന്റെ ഗായത്രി മന്ത്രത്തെയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സപ്തമാതൃ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കുന്നത് വഴി നമുക്ക് കുടുംബ ഐശ്വര്യവും
ജീവിത വിജയവും ഉണ്ടാകുന്നതാണ്. കൂടാതെ ഓരോ മാതാക്കളും ഓരോ വിശേഷ ഫലത്തെ കൂടി നൽകുന്നുണ്ട്. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ വിശേഷ ഫലത്തെ അറിഞ്ഞുകൊണ്ട് ജപിക്കുക. ഏത് ഗായത്രി മന്ത്രം വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ജപിക്കുക. എല്ലാ മന്ത്രങ്ങളും പരിചയപ്പെട്ട് വയ്ക്കുക, എല്ലാ മന്ത്രങ്ങളും പഠിച്ചു വയ്ക്കുക. ഗായത്രി മന്ത്രങ്ങൾ വളരെ ലളിതമായിട്ട് പഠിക്കാൻ സാധിക്കുന്നവയാണ്. എല്ലാവർക്കും, സാധാരണക്കാർക്ക് പോലും ജപിക്കാൻ സാധിക്കുന്ന, തെറ്റില്ലാതെ ജപിക്കാൻ സാധിക്കുന്ന മന്ത്രങ്ങൾ എന്ന നിലയിൽ ഗായത്രി മന്ത്രങ്ങൾക്ക് വളരെ വിശേഷമുണ്ട്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് പരിശോധിക്കാം. ഓം കൃഷ്ണവർണായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ ചാമുണ്ട പ്രചോദയാത്. 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 ഇപ്രകാരം ഈ ചാമുണ്ട മാതാവിന്റെ ഗായത്രി മന്ത്രത്തെ ജപിക്കുന്നവർക്ക് വളരെയധികം ഫലം ഉണ്ടാകുന്നതാണ്. ജീവിത വിജയവും കുടുംബ ഐശ്വര്യവും ഉണ്ടാകുന്നത്. കൂടാതെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ നിത്യം ജപിക്കുന്നത് ആ രോഗങ്ങളിൽ നിന്ന് അവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട് കാരണമാകും. മന്ത്രം ജപിക്കുന്നത്, കേൾക്കുന്നത് പോലും വളരെ വിശേഷ ഫലത്തെ നൽകുന്നതാണ്. എന്നാൽ മന്ത്രം നിത്യം ജപിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ ഗായത്രി മന്ത്രത്തെ നിത്യം 9 തവണയെങ്കിലും ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക. കൂടുതൽ സമയമുള്ളവർ 21, 36, 41, 108 എന്നീ തവണകളിലൊക്കെ ജപിക്കാൻ ശ്രമിക്കുക. ഗായത്രി മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സപ്തമാതാ ഉപാസന നമുക്ക് ചെയ്യാവുന്നതാണ്. ഉപാസനയിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കും. സപ്തമാതാ ഗായത്രി മന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയ വീഡിയോയിൽ അവസാനത്തെ ഗായത്രി മന്ത്രത്തെ പരിചയപ്പെട്ടു കഴിഞ്ഞു. സപ്തമാതാ ഗായത്രി മന്ത്രങ്ങൾ എല്ലാവരും നിത്യം ജപിക്കാനായിട്ട് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സപ്തമാതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, മാതൃഗുണത്തെ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് സോമഗായത്രി അഥവാ ചന്ദ്രഗായത്രി മന്ത്രത്തെയാണ്. ചന്ദ്രഗായത്രി മന്ത്രങ്ങൾ നമ്മളുടെ മനസ്സിന് സുഖവും ജലദോഷം തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് ആശ്വാസവും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനുമൊക്കെ സഹായിക്കുന്നതാണ്. ചന്ദ്രഗായത്രി മന്ത്രം 1ാമത്തെ മന്ത്രത്തെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. ഓം അത്രിപുത്രായ വിദ്മഹേ അമൃതമയായ ധീമഹി തന്ന സോമ പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108 തവണ നിത്യം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രപ്രീതി ഉണ്ടാകുന്നതാണ്. ചന്ദ്രഗ്രഹം ജാതകത്തിൽ ബലക്കുറവിൽ നിൽക്കുന്നവരും രാഹു യോഗത്തിൽ നിൽക്കുന്നവർക്കുമൊക്കെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അലർജി തുടങ്ങിയ രോഗങ്ങൾ അവരെ അലട്ടാറുണ്ട്. ശ്വാസ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അവരെ അലട്ടാറുണ്ട്. ഇപ്രകാരം പ്രശ്നങ്ങളുള്ളവരും മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നവരും ഒക്കെ ഈ മന്ത്രത്തെ നിത്യം ചൊല്ലിയാൽ തീർച്ചയായിട്ടും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂടാതെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ മന്ത്രത്തെ നിത്യം ചൊല്ലാവുന്നതാണ്. ചന്ദ്രഭഗവാന്റെ സോമഗായത്രി മന്ത്രത്തെ, ചന്ദ്രഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. ഇന്ന് ഞാൻ 2ാമത്തെ ചന്ദ്രഗായത്രി മന്ത്രം അഥവാ സോമഗായത്രി മന്ത്രത്തെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നത്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. മനസ്സിന് സ്വസ്ഥത ഉണ്ടാകാനും
നമ്മളുടെ അറിവ് വർദ്ധിക്കാനും ഒക്കെ കാരണമാകുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. കൂടാതെ ചന്ദ്രൻ ബലമല്ല എങ്കിൽ, പക്ഷബലമില്ലാത്ത ചന്ദ്രനോ ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ചന്ദ്രനോ ഒക്കെ ഉള്ള ജാതകക്കാർ അലർജി രോഗങ്ങൾ, ആസ്മ രോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇത്തരക്കാർക്കെല്ലാം ചന്ദ്രഗായത്രി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും, ആശ്വാസം നേടാനായിട്ട് സാധിക്കുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും മനഃശാന്തി ലഭിക്കാനും ഒക്കെ ഈ ഗായത്രി മന്ത്രം നമ്മളെ സഹായിക്കും. നമുക്ക് മന്ത്രം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ഓം കൃഷ്ണപുത്രായ വിദ്മഹേ അമൃതത്വായ ധീമഹി തന്നോ ചന്ദ്ര പ്രചോദയാത്. 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 ഇപ്രകാരം ഈ മന്ത്രത്തെ 108 തവണയോ അല്ലെങ്കിൽ 41 തവണയോ 21 തവണയോ എങ്കിലും കുറഞ്ഞ പക്ഷം ജപിക്കുക. ചന്ദ്രഗ്രഹത്തിന്റെ ദുരിതദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും മനഃശാന്തിക്കും അറിവ് വർദ്ധിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് ചന്ദ്രഗായത്രി. ചന്ദ്രഗായത്രി മന്ത്രം എല്ലാവരും നിത്യം ജപിക്കുക. എല്ലാവർക്കും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.